മായാത്ത ഓർമ്മകൾ. കഥ. രചന വിഷ്ണു സുനിൽ. വായിക്കുന്നത് രാജേഷ് ഖാൻ. പ്രഭാതത്തിൽ വീടിന്റെ ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരുന്ന് കയ്യിലെ പത്രം തലതിരിച്ചു പിടിച്ച് വായിക്കുകയായിരുന്നു വിരമിച്ച പ്രധാനാധ്യാപകൻ ഗോപിനാഥൻ നായർ. അക്ഷരങ്ങൾ ഉറുമ്പിൻ കൂട്ടങ്ങളെപ്പോലെ ചിതറിക്കിടക്കുന്നതായി അയാൾക്ക് തോന്നി. മാഷെ, പത്രം തലതിരിച്ചാണ്ട് പിടിച്ചിരിക്കുന്നത്. മുറ്റമടിച്ചു വാരുകയായിരുന്ന കാര്യസ്ഥൻ കൊച്ചുണ്ണി വിളിച്ചു പറഞ്ഞു. വിശേഷം വല്ലതുണ്ടോ മാഷെ? അയാൾ കൂട്ടിച്ചേർത്തു. ഗോപിനാഥൻ നായർ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. അതെയോ, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അക്ഷരങ്ങൾ തലകുത്തി നിൽക്കുന്നത് കാണാൻ വേണ്ടിയാണ് ഞാൻ പത്രം ഇങ്ങനെ പിടിച്ചത്. അയാൾ സ്വയം ന്യായീകരിച്ചു. ദേവാനന്ദ് സ്കൂളിൽ പോയോ കൊച്ചുണ്ണി? അവനിന്ന് കണക്ക് പരീക്ഷയല്ലേ? കൊച്ചുണ്ണി ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. മാഷേ, ദേവൻ വരാന്തയിൽ കാറ് കഴുകുന്നുണ്ട്. സ്കൂളിൽ പോയിരുന്ന കാലമൊക്കെ കഴിഞ്ഞില്ലേ? എന്താ മാഷിനതൊന്നും ഓർമ്മയില്ലേ? അയാളൊന്നും മിണ്ടിയില്ല. അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് ചായയുമായി വന്ന മാളവിക ചായക്കപ്പ് ഗോപിനാഥൻ നായർക്ക് നേരെ നീട്ടിയിട്ട് പറഞ്ഞു. ഗോപിയേട്ടാ, ഈ ചായ കുടിക്ക്. എടാ കൊച്ചുണ്ണി, നീ അദ്ദേഹത്തെ കൂടുതൽ കുഴപ്പത്തിലാക്കാതെ. നിങ്ങൾ ഈ ചായ കുടിച്ചിട്ട് ആ മുറിയിൽ പോയിരിക്കുക. നമ്മുടെ മരുമകൾ അനുപമ അപ്പുറത്തുണ്ട്. അവൾക്ക് നിങ്ങളുടെ സംസാരം കേൾക്കുന്നത് തന്നെ ഇഷ്ടമല്ല. ദേവനും അനുമോളും കൂടി ഇന്ന് ടൗണിൽ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയം ദേവനും അനുവും കൂടി യാത്രക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ബാഗ് പാക്ക് ചെയ്യുന്നതിനിടയിൽ അവൾ പറഞ്ഞു. ദേവേട്ടാ, അച്ഛനെ ഇങ്ങനെ വീട്ടിൽ വിട്ടാൽ മതിയോ? ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കാണിക്കണ്ടേ? ഞാനും അത് ആലോചിക്കാതിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഗ്യാസ് തുറന്നിട്ടു. വലിയൊരു അപകടം ഉണ്ടായേനെ. ഇനിയിപ്പോൾ ഡോക്ടറെ കാണിക്കുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ദേവൻ മറുപടി നൽകി. എങ്കിൽ ഞാനൊരു സജഷൻ പറയാം. നമുക്ക് അച്ഛനെ ശാന്തിതീരം വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കാം. നമ്മൾ പ്രാക്ടിക്കലായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അനു പറഞ്ഞു. എങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓഫീസിൽ ഒരു 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. അതിനിടയിൽ അച്ഛന്റെ ഈ ഓർമ്മക്കുറവ് കൂടി ആയപ്പോൾ എനിക്കൊരു സമാധാനവുമില്ല. ഈ സമയം അവരുടെ 7 വയസ്സുകാരി മകൾ ശ്രീകുട്ടി അങ്ങോട്ട് കരഞ്ഞുകൊണ്ടുവന്നു. അച്ഛാ, മുത്തച്ഛൻ എനിക്ക് ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞൊരു മിഠായി തന്നു. പക്ഷേ അത് പഴയ കവറിൽ പൊതിഞ്ഞൊരു കല്ലായിരുന്നു. കേട്ടില്ലേ ദേവേട്ടാ, കുട്ടികളെ പോലും അദ്ദേഹം വെറുതെ വിടുന്നില്ല, അനുഭവം പറഞ്ഞു. അമ്മേ, എനിക്ക് മുത്തച്ഛനെ കാണുമ്പോൾ തന്നെ പേടിയാകുന്നു, ശ്രീകുട്ടി വിതുമ്പി. ദേവാനന്ദ് ദേഷ്യത്തോടെ ഉറക്കെ വിളിച്ചു. അച്ഛാ, ഇങ്ങോട്ട് വന്നേ. ഗോപിനാഥൻ നായർ വിറയലോടെ അങ്ങോട്ട് വന്നു. ഒപ്പം ഭാര്യ മാളവികയും ഉണ്ടായിരുന്നു. എന്താ ദേവ, എന്തുപറ്റി? നീ എന്തിനാ അച്ഛനോട് ദേഷ്യപ്പെടുന്നത്? മാളവിക ചോദിച്ചു. അമ്മേ, ഈ അച്ഛൻ ശ്രീകുട്ടിക്ക് ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞ് കൊടുത്തത് കല്ലായിരുന്നു. ഓർമ്മയില്ലെങ്കിൽ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കണം. ഞങ്ങളെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്താനാണോ അച്ഛന്റെ ഭാവം? മോനെ ദേവ, നീ അങ്ങനെയൊന്നും പറയരുത്. അച്ഛൻ അറിയാതെ ചെയ്യുന്നതല്ലേ. അമ്മക്കത് പറയാം, അനുഭവിക്കുന്ന ഞങ്ങളല്ലേ. ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളാണ്. ഗോപിനാഥൻ നായർ പതറിയ ശബ്ദത്തോട് പറഞ്ഞു. ഞാൻ കരുതി അത് അവൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ആണെന്ന്. എന്റെ കണ്ണാടി എവിടെ പോയെന്നറിയില്ല. ദേവാനന്ദ് ദേഷ്യത്തോടെ അച്ഛന്റെ മുറിയിൽ കയറി സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടു. അച്ഛന്റെ പഴയ പെട്ടിയിൽ നിന്ന് അവനൊരു ഡയറി കിട്ടി. അതിലെ ഓരോ പേജുകളും അവൻ വായിക്കാൻ തുടങ്ങി. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു. ഇന്ന് ദേവൻ എന്നെ ആദ്യമായി അച്ഛ എന്ന് വിളിച്ചു. അവന്റെ ആ വിളി കേട്ടപ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമായിരുന്നു. അവനൊരു നല്ല നിലയിലെത്തിക്കാണാൻ ഞാൻ കാത്തിരിക്കുന്നു. വിറക്കുന്ന കൈകളോടെ അവൻ പേജുകൾ മറിച്ചു. ജൂലൈ 14 കുറിപ്പ് ഇങ്ങനെയായിരുന്നു. ഇന്ന് ദേവന് പനിയായിരുന്നു. രാത്രി മുഴുവൻ അവൻ എന്റെ നെഞ്ചിൽ കിടന്നാണ് ഉറങ്ങിയത്. അവൻ ശ്വാസം മുട്ടുന്നത് കണ്ടപ്പോൾ എന്റെ ഹൃദയം പൊട്ടുന്നത് പോലെ തോന്നി. ദൈവമേ, അവന്റെ പനി എനിക്ക് തന്നിട്ട് അവനെ രക്ഷിക്കണേ എന്നതായിരുന്നു എന്റെ പ്രാർത്ഥന. മറ്റൊരു പേജിൽ ഇങ്ങനെ എഴുതിയിരുന്നു. എന്റെ മകൻ ദേവന് ജോലി കിട്ടി. അവന്റെ ആദ്യത്തെ ശമ്പളത്തിന് എനിക്കൊരു മുണ്ടും അമ്മയ്ക്കൊരു സാരിയും അവൻ വാങ്ങി. പക്ഷെ അവൻ കൊണ്ടുവന്ന മധുര പലഹാരങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവൻ വളർന്നു, പക്ഷെ എനിക്കവൻ ഇന്നും ആ പഴയ കുഞ്ഞാണ്. അവസാനത്തെ വരികൾ വായിക്കുമ്പോൾ ദേവന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഓർമ്മയുടെ ലോകം എന്നിൽ നിന്നും അകന്നു പോവുകയാണ്. മറവി എന്നെ വിഴുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. എന്റെ മകന്റെ മുഖം മാഞ്ഞു പോകുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ഭയം. ദേവ, എനിക്ക് നിന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലം വന്നാലും ഈ അച്ഛൻ നിന്റെ കൂടെ നിഴലായി എന്നും ഉണ്ടാകും. നിന്നെ സ്നേഹിച്ചത് മാത്രം എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഡയറി ദേവാനന്ദന്റെ കയ്യിൽ നിന്നും താഴെ വീണു.
അവന്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. തന്റെ ചെറിയ വേദനകളിൽ പോലും ഉരുകിത്തീർന്ന ആ മനുഷ്യനെയാണോ താൻ പുറത്താക്കാൻ നോക്കിയത്? അവൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഉമ്മറത്തേക്ക് ഓടിച്ചെന്നു. ഗോപിനാഥൻ നായർ അവിടെ ബാഗും തൂക്കി നിൽക്കുകയായിരുന്നു. മകനെ കണ്ടതും അദ്ദേഹം പറഞ്ഞു, മോനെ വാ, നമുക്ക് പോവാം. നിന്നെ ഹോസ്റ്റലിലാക്കാൻ നേരമായി എന്ന് നിന്റെ അമ്മ പറഞ്ഞു. നീ കരയരുത് കേട്ടോ. വെള്ളിയാഴ്ച ആകുമ്പോൾ അച്ഛൻ കൂട്ടാൻ വരാട്ടോ. സ്ലേറ്റും പെൻസിലും നമുക്ക് പുതിയത് വാങ്ങാം. ദേവാനന്ദന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൻ തന്റെ അച്ഛനെ ചേർത്ത് പിടിച്ചു. അച്ഛാ, എന്നോട് ക്ഷമിക്ക്. അച്ഛൻ എങ്ങോട്ടും പോകുന്നില്ല. ഈ മകൻ എന്നും കൂടെ ഉണ്ടാവും. അച്ഛൻ അവനെ സ്നേഹത്തോടെ തലോടി. അനുപമയും മാളവികയും കൊച്ചുണ്ണിയും ഒക്കെ ആ കാഴ്ച കണ്ട് വികാരാധീനരായി നിന്നു. സന്ധ്യാദീപം തെളിയുമ്പോൾ മായാത്ത ഓർമ്മകളുടെ സുഗന്ധം അവിടെ എങ്ങും നിറഞ്ഞു നിന്നു.